പട്ടയിൽ ചിറക്കൽ പാലത്തിനായി അനുവദിച്ച ഫണ്ട് വിനിയോഗിക്കുക, പാലം പണി പൂർത്തിയാക്കുക. വാഴയൂർ പഞ്ചായത്തിനെയും വാഴക്കാട് പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പട്ടയിൽ ചിറക്കൽ പാലം യാഥാർത്ഥ്യമാക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ ആക്കോട് കോടിയമ്മൽ ആരൂർ റോഡ് ഉപരോധിച്ചു. കാലങ്ങളായി പാലത്തിനു വേണ്ടി വിവിധ ഫണ്ടുകൾ വിലയിരുത്തിയിട്ടും പഞ്ചായത്തിന്റെ അനാസ്ഥ കാരണം പാലത്തിന്റെ നിർമ്മാണം മുടങ്ങിപ്പോകുകയായിരുന്നു. നിലവിൽ 90 ലക്ഷം രൂപ പാലത്തിനായി ജില്ലാ പഞ്ചായത്ത് അനുമതി നൽകുകയും ടെൻഡർ ചെയ്യുകയും ചെയ്തിരുന്നു. വാഴക്കാട് പഞ്ചായത്ത് ഭരണക്കാർ തടസ്സം നിൽക്കുന്നതാണ് കാരണം പാലം പണി തുടങ്ങാൻ സാധിക്കുന്നില്ല. മഴക്കാലം വരുമ്പോൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രദേശവാസികൾ പാലമില്ലാത്തത് കാരണം ദുരിതം അനുഭവിക്കുകയാണ്. പാലം പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ പഞ്ചായത്തിനെതിരെ ശക്തമായ സമരവുമായി മുന്നോട്ട് വരുമെന്ന് ഡിവൈഎഫ്ഐ വാഴക്കാട് മേഖലാ സെക്രട്ടറി നജീബ് പറഞ്ഞു. ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനം ഈ നാടിനകത്ത്, ഈ വാക്കോടിനകത്ത് ഈ ഒരു സമരമുഖത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഈ നാട്ടിലെ വാഴയൂർ പഞ്ചായത്തിൻ്റെയും വാഴക്കാട് പഞ്ചായത്തിൻ്റെയും അതിർത്തി പ്രദേശമായ ഈ പട്ടയിൽ ചിറക്കൽ പാലം, ഇതൊരു പാലം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയാണ്. കാലങ്ങളായിട്ട് ഫണ്ടുകൾ പാസ്സാവുകയും അത് ലാപ്സായി പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെയുള്ള ഭരണ നേതൃത്വം, വാഴക്കാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ പ്രകാരമാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. മഴക്കാലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിൽ കൂടെ, ഈ വഴിയിൽ കൂടെ കുട്ടികൾക്ക് നടക്കാൻ പറ്റാതെയും അത് താൽക്കാലികമായൊരു പാലം ഉണ്ടാക്കിക്കൊണ്ട്, താൽക്കാലികമായിട്ടൊരു തെങ്ങോ കവുങ്ങോ എടുത്തു വെച്ച് പാലം ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ മുകളിൽ കൂടെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് കുട്ടികളുടെ അമ്മമാർ അക്കരെ നിന്നുകൊണ്ടും അങ്ങനെ കുട്ടികളെ പറഞ്ഞയക്കുന്ന മദ്രസകളിലേക്ക്, സ്കൂളുകളിലേക്കും പറഞ്ഞയക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പ്രളയകാലത്ത് മഴക്കാലങ്ങളിലുമായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെതിരായിട്ട് ഇവിടെ ഒരു പാലം വരണം. ഈ പാലം ഒരു 6 മീറ്റർ പാലം ജില്ലാ പഞ്ചായത്ത് പാസ്സാക്കി വെച്ചിട്ടുണ്ട്. അത് അനുവദിക്കാൻ വേണ്ടിയിട്ട് അത് 4 മീറ്റർ പാലം മതി എന്നുള്ള ഒരു കടും വാശിപിടുത്തത്തോട് കൂടിയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഈ പാലം ഇവിടെ വരാതെ, പാലം യാഥാർത്ഥ്യമാകാതിരിക്കുന്നത്. അപ്പം ഈ ഒരു പാലം വരുന്നത് വരെ, ഈ പാലം എന്നാണ് യാഥാർത്ഥ്യമാകുന്നത് അതുവരെ നല്ല വലിയ പ്രക്ഷോഭത്തിലേക്ക് ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനം വാഴക്കാടിനകത്ത് സമരപരിപാടികൾ ഏറ്റെടുത്ത് മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. CPIM ഏരിയ കമ്മിറ്റി അംഗം നൌഷാദ് PC, AP മോഹൻദാസ്, സുരേഷ് കുമാർ, ശ്രീകാന്ത്, മുഹമ്മദ് കുട്ടി, വാർഡ് മെമ്പർ ഷിഹാബ്, മാർഷാദ്, അനസ് എന്നിവർ പ്രസംഗിച്ചു.